ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി പ്രവർത്തകരുമായി സംവാദം നടത്തുന്നതിലൂടെ ബിജെപിക്ക് വൻ നേട്ടം കൈവരിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. അതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദി അണികളുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവാദത്തിൽ ഏർപ്പെടാറുണ്ട്. എന്നാൽ ബിജെപിയുടെ ഈ നീക്കത്തിന് തിരിച്ചടി ലഭിച്ചത് പോണ്ടിച്ചേരിയിൽ സംവാദം നടത്തിയപ്പോഴായിരുന്നു. പോണ്ടിച്ചേരിയിലെ സംവാദത്തിനിടെ ഒരു ബിജെപി പ്രവർത്തകന്റെ ചോദ്യത്തിനു മുന്നിൽ മോദി പതറിപ്പോയി. മധ്യവർഗത്തിന് മേൽ നികുതിഭാരം കെട്ടിവെക്കുന്നതിനെക്കുറിച്ചായിരുന്നു ആ ചോദ്യം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, താങ്കളോട് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ നന്ദി. താങ്കൾ രാജ്യത്തിനു വേണ്ടി വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സാധാരണക്കാർ കരുതുന്നത് താങ്കളുടെ സർക്കാരിന്റെ ഉന്നം ഏതു വിധേനയും നികുതി പിരിക്കുക എന്നത് മാത്രമാണെന്നാണ്. കാരണം ജനങ്ങൾക്കതിന്റെ നേട്ടമൊന്നും ലഭിക്കുന്നില്ല. ബാങ്ക് ഇടപാടിലെ ഫീസും പിഴയും ലോൺ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും IT മേഖലയുമൊക്കെ ഉദാഹരണങ്ങളാണ്. ഈ രംഗത്തെല്ലാം പിഴവുകൾ കാണുന്നു. അതുകൊണ്ട് നികുതി പിരിക്കുന്നത് പോലെ തന്നെ പാർട്ടിയുടെ അടിത്തറയായ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് നിർമ്മൽ കുമാർ അവസാനിപ്പിച്ചു. മോദിയോ മറ്റുള്ളവരോ ഇത്തരമൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. മൈ ബൂത്ത് സബ്സെ മസ്ബൂത്ത് എന്നാണ് പ്രധാനമന്ത്രിയുടെ തത്സമയ സംവാദ പരിപാടിയുടെ പേര്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുത്തിരിക്കുകയാണ് BJP നേതൃത്വം. ഇനി സംവാദം നടക്കുന്നതിന് 2 ദിവസം മുന്നേ തന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന്റെ വീഡിയോ സഹിതം അയച്ചു കൊടുക്കണം. ഇതുവഴി ഏതുതരം ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്നത് മുൻകൂട്ടി പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമന്ത്രിയെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ പരിപാടിയിൽ നിന്ന് തന്നെ ഒഴിവാക്കാനും സാധിക്കും. പരിപാടിക്കായി തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ മണ്ഡലത്തിൽ നിന്നും 500 മുതൽ 1000 ചോദ്യങ്ങൾ വരെയാണ് ലഭിക്കുന്നത്. നിലവിൽ ഒരു ഗൂഗിൾ ഫോമിൽ ചോദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി അയക്കാനായിരുന്നു നിർദ്ദേശം. അതിനൊപ്പമാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശം നൽകിയിട്ടുള്ളത്.